ചന്ദന. ഇതെൻ്റെ സെക്കൻഡ് UPSC അറ്റംപ്റ്റിൻ്റെ കോച്ചിങ് ആയിരുന്നു. സോ ഞാൻ അമൃതയുടെ മോക്ക് ടെസ്റ്റ് എടുത്തായിരുന്നു. വളരെ നല്ല മോക്ക് ടെസ്റ്റ് ആയിരുന്നു. ബസ് ഭയങ്കര UPSC ആയിട്ട് ചേർന്ന് പോകുന്ന ഒരു ടെസ്റ്റായിരുന്നു. യൂഷ്വലി എക്സാംസ് ബാക്കിയുള്ളവർ നടത്തുമ്പോൾ ഭയങ്കര സിമ്പിൾ ആക്കാറുണ്ട് ഫസ്റ്റ് ഓപ്പൺ അസസ്മെൻറ്റ് ടെസ്റ്റ്. പക്ഷേ ഇത് ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. ഫോർ ബിഗിനേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് എടുക്കുന്നവർക്കാരെങ്കിലും ഒരു ഓക്കെ ആവുന്ന ഒരു ടെസ്റ്റായിരുന്നു. എല്ലാ സബ്ജക്ട്സും കവേർഡാണ് ആൻഡ് നല്ലൊരു എക്സാം ആയിരുന്നു. എൻ്റെ പേര് അശ്വിൻ, ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു. ഇപ്പോൾ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഓബ്വിയസ്ലി എന്താ ഒരു അത്യാവശ്യം ഏരിയ കവേർഡാണ്. ബേസ് കൊണ്ട് അത്യാവശ്യം ലോജിക്കലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ബേസ് അറിയാവുന്ന കുട്ടികൾക്ക് സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റും. UPSCൻ്റെ ഏകദേശം ഒരേ മോഡൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അമൃതയുടെ ഓപ്പൺ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. UPSCയുടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ടഫ്നെസ് ഒരു മോഡറേറ്റ്ലി ടഫായിരുന്നു. അത്യാവശ്യം ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എൻ്റെ പേര് അഞ്ജു, ഞാനിവിടെ അമ്പലമുക്കാണ് താമസിക്കുന്നത്. എക്സാം ഓക്കെ ആയിരുന്നു. ടഫ്നെസ് എന്ന് പറയുന്നത് മീഡിയം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കൂടുതലും സ്റ്റാറ്റിക് ആയിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് ജസ്റ്റോ എന്നാണ്. ഞാനിപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞ് തേർഡ് അറ്റംപ്റ്റ് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. UPSC ക്വസ്റ്റ്യൻ പേപ്പർ ഓവറോൾ നൈസായിരുന്നു. കാരണം ഒരു UPSCയുടെ ഒരു മോഡേൺ പരമാവധി കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഓപ്പൺ ടെസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസിൽ ഓപ്പൺ ടെസ്റ്റ് ആയ കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം ബേസിക്സിൽ നിന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ ഒരു ചെക്കിംഗ് ആണ്. അത്രയും അങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല. എന്നാൽ എനിവേ നമ്മുടെ ബേസൊക്കെ സ്ട്രോങ് ആണെന്നും ചെക്ക് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും ഒരുവിധം എല്ലാ സബ്ജക്റ്റിൽ നിന്നും ചോദ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ വന്ന് നിൽക്കുന്നത്. അത്രയും ഒരു ഡീപ്പ് മെമ്മറിയിൽ നിന്ന് എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, പക്ഷേ നമുക്കൊരു തിങ്കിങ് വെച്ചിട്ട് അനലിറ്റിക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. എക്സാം കുഴപ്പമില്ലായിരുന്നു, മോഡറേറ്റ്ലി ടഫായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് തോന്നിയത്. എൻ്റെ പേര് ഫർസാന പർവീൻ, ഞാൻ തിരുവനന്തപുരം സ്വദേശിനി തന്നെയാണ്. എക്സാം കുറേ നാളിന് ശേഷമാണ് ഒരു ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിൽ നിന്നും, പൊളിറ്റിയിൽ നിന്നായാലും എക്കണോമിക്സ് ആയാലും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടെസ്റ്റായിട്ടാണ് തോന്നിയത്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജോർജി. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ടെസ്റ്റിനെ പറ്റി അറിയുന്നത്. അപ്പം ടെസ്റ്റിന് വന്നപ്പോൾ നമുക്കൊരു UPSC എക്സാമിന് നമ്മുടെ എക്സാം സെൻറ്റർ വരുന്ന ഒരു എക്സ്പീരിയൻസ് തരാൻ ഈ ടെസ്റ്റിന് പറ്റി. പിന്നെ ടെസ്റ്റ് ഇപ്പോൾ UPSC പാറ്റേണോട്ട് അലൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ അത്യാവശ്യം UPSC പാറ്റേണുമായിട്ട് ടെസ്റ്റിന് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ചിരൂടെ സ്റ്റാറ്റിക് ഫാക്ട്സുകൾ കണ്ടൻറ്റുകൾ ഏരിയ കൂടുതലായിരുന്നു. നമ്മുടെ ഇപ്പോൾ UPSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇപ്പം ഇച്ചിരി നമുക്കിപ്പോൾ എലിമിനേഷനൊക്കെ പോസിബിൾ ആയിട്ടുള്ള ടൈപ്പ് നമ്മുടെ ഒരു തോട്ടിനെ ലോജിക്ക് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാ സബ്ജക്ട്സിലും അത്യാവശ്യം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റി ആണെങ്കിലും എക്കോണമി ആണെങ്കിലും എൻവയൺമെൻറ്റ് ആണെങ്കിലും അത്യാവശ്യം അതിൽ നിന്ന് UPSC വരുന്ന ഏരിയസിലൊക്കെ ഈ എക്സാം അത്യാവശ്യം ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ റീസെൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഓർഗനൈസേഷൻസ് ന്യൂസ് ആണെങ്കിലും അതുപോലുള്ള റെലവൻറ്റ് ഏരിയാസിലെല്ലാം ഹിസ്റ്ററി ആണെങ്കിലും ഹിസ്റ്ററി എസ്പെഷ്യലി മിഡീവൽ ഇന്ത്യയിലെ ഇപ്പം UPSC സ്ഥിരമായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ഓരോ ലാൻഡ് ഗ്രാൻസിൻ്റെ പേരുകളും അവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ പേരുകളും ഒക്കെ ചോദിക്കാറുണ്ട് കണ്ടിന്യൂസ്ലി. അപ്പോൾ അതൊക്കെ ടച്ച് ചെയ്ത് പോയി എക്സാം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജനറൽ ജോഗ്രഫി ആണെങ്കിലും അതിലും ഫോർ ITCSനൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം എല്ലാ റീജിയനിലും ടച്ച് ചെയ്തു. ഒരു നല്ലൊരു ഹോളിസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു റിയൽ എക്സാം എഴുതുന്നതിൻ്റെ ഒരു മിനി എക്സ്പീരിയൻസ് തരാൻ ഈ ടെസ്റ്റിന് സാധിച്ചു. താങ്ക്സ് ടു അമൃത IAS. താങ്ക് യു. Amrita IAS Academy.